നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ രണ്ടാം രാത്രി കാലത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് സന്നദ്ധലടികൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഈ 41ാമത് കൺവെൻഷൻ ഞങ്ങൾക്ക് നൽകിയതിനായി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ പകൽക്കാലവും ഇന്ന് രാത്രിയിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലും അങ്ങയുടെ വിലയേറിയ സാന്നിധ്യവും കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹമായ ദൂതും നൽകിയല്ലോ. ഈ രാത്രികാലം കർത്താവെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന പന്തലിനെയും പരിസരത്തെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൺവെൻഷൻ നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ വചനം പറയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് വചനം പറയുന്ന വില്യം ജേക്കബ് അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മകൻ മറഞ്ഞ് കർത്താവെ നീ വെളിപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ ശബ്ദമല്ല കർത്താവെ ഞങ്ങൾക്ക് ആവശ്യം, സ്വർഗീയമായിരിക്കുന്ന ഇമ്പ ശബ്ദം, അത് ഞങ്ങളുടെ കാതുകളിൽ നിന്ന് മുഴങ്ങണം കർത്താവെ. ദൈവിക അരുളപ്പാടുകൾ, ഞങ്ങളോടുള്ള പ്രവചനം കർത്താവെ, ഈ ഞങ്ങളുടെ ദേശത്തോട്, ഞങ്ങളുടെ മഹാ ഇടവകയോടുള്ള പ്രവചനം ഇന്ന് രാത്രികാലം കർത്താവെ നീ ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വെറുതെ പോകുവാൻ അവിടുന്ന് ഇടവരുത്തരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആത്മ നിറവോടെ പോകാൻ കർത്താവെ, വചനത്തിൻ്റെ ആ വലിയ ഒരുക്ക് ഞങ്ങൾക്ക് ഇന്ന് അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് വൻകൃപ ആവരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പന്തലിനെ പരിസരത്തെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വചനം വിജയം വരിക്കണം കർത്താവേ, വചനം ജയമെടുക്കണം, യേശുവിൻ്റെ രക്തം ജയമെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൂത് നൽകി കർത്താവെ, ഞങ്ങളത് കേട്ട് അത് ഗ്രഹിച്ച് അത് ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിച്ച് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീക വർധന ഉണ്ടാകുവാൻ, വിശുദ്ധിയിലും വേർപാട് ജീവിപ്പാൻ, എൻ്റെ പ്രിയൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ ഒരുങ്ങുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. നിന്റെ മകനെ അഭിഷേകം ചെയ്യണം കർത്താവെ, അടിയങ്ങളെയും അഭിഷേകം ചെയ്യണമേ. ശബ്ദത്തെയും വെളിച്ചത്തെയും പരിസരത്തെയും എല്ലാം കർത്താവെ മുദ്രടിയങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും കർത്താവെ അങ്ങേക്ക് മാത്രമാണ്. രാത്രികാലം അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി സ്തോത്രം. വഴിപാട് സമർപ്പിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ വലിയ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് അത് ഉതകുവാൻ, അനേകർക്ക് അത് 30, 60, 100 മേനിയായി കർത്താവെ പ്രയോജനപ്പെടുവാനൊന്ന് സഹായിക്കണമേ. എല്ലാ മഹത്വവും എല്ലാ മാനവും എല്ലാ പുകഴ്ചയും അങ്ങേക്കാണ്. ഒരു വിടുതലിനെ രാത്രിയാക്കി നീ തീർക്കണമേ. മോചനം പ്രാപിക്കുന്ന ഒരു രാത്രിയാക്കി, സൗഖ്യം പ്രാപിക്കുന്ന ഒരു രാത്രിയാക്കി, അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മേൽ പകരണമേ. എല്ലാ മഹത്വവും പരിശുദ്ധനെ പുകഴ്ചയെല്ലാം സ്തുതിയെല്ലാം സ്തോത്രമെല്ലാം അങ്ങേക്കാണ്. യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ നമുക്കൊന്നിച്ച് വലിയവനായ കർത്താവിൻ്റെ പാതാരബിന്ദങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ശോധന ചെയ്യുവാൻ, വിടേണ്ടതിനെ വിട്ടുകൊണ്ട് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം അതിൻ്റെതായ അർത്ഥത്തിലും ആഴത്തിലും നയിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഇപ്രകാരം ഒരവസരം ലഭിച്ചത് ഒരു വലിയ പദവിയായി, ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഫ്രാൻസിസ് തിരുമേനിയോടും ഡാനിയൽ തിരുമേനിയോടും കൊച്ചമ്മമാരോടും ഏറെ നാളത്തെ പരിചയമുള്ള പല സഹപട്ടക്കാരോടും ഒക്കെ ചേർന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കിയല്ലോ. സ്തോത്രം. പലരെയും പരിചയപ്പെടുവാൻ, കർത്താവിൻ്റെ വേലയിൽ അംഗീകാരമായിട്ട് നമ്മൾ ദൈവം ആക്കിയിരിക്കുന്നിടത്ത് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുവാനും ഒക്കെ ദൈവം തരുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എനിക്ക് പ്രത്യേകമായിട്ട് ജോസ്ലിൻ അച്ഛനോട് ഒരു വാക്ക് നന്ദി പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അച്ഛൻ കാനഡയിലായിരുന്നപ്പോൾ ഞാൻ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയമാണ്. അച്ഛൻ്റെ ദൈവാലയത്തിലേക്ക് എന്നെ കൺവെൻഷനായിട്ട് ക്ഷണിക്കുകയും അച്ഛനോടുകൂടെ പാസനേജിൽ താമസിച്ച് ആ ദിവസങ്ങളൊക്കെ കർത്താവിൻ്റെ മഹത്തരമായ ശുശ്രൂഷ പങ്കിട്ട ഏറ്റവും ധന്യമായ സന്തോഷകരമായ അനുഭവം ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും അത് അച്ഛൻ്റെ ഒരു വലിയ സ്നേഹത്തിൻ്റെ പ്രകടനമായി ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് പ്രിയ ജോസ്ലിൻ ചാക്കോച്ചനോടുള്ള
എൻ്റെ നന്ദി ഞാൻ പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ദൈവം നമ്മളെ ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വളരെയധികം ആവശ്യമാണ്. വേർഡ് ഓഫ് താങ്ക്സ് പറഞ്ഞ പ്രിയ സഹോദരൻ, ഞാൻ 40 ഇടവകളിൽ ശുശ്രൂഷ ചെയ്തു എന്നൊരു നാക്കുപിഴവ് പറഞ്ഞിട്ടുണ്ട്. 40 ഇടവകയിൽ ശുശ്രൂഷ ചെയ്താൽ എന്നെപ്പോലെ കൊള്ളരുതാത്തതിനൊന്നുമില്ല. കാരണം ഒരു വർഷം ഒരിടവകയിൽ ഞാൻ ഇരുന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനൊന്ന് തിരുത്തട്ടെ, ഞാൻ 40 ഇടവകളിലല്ല 40 വർഷം മധ്യകേരള മഹാഇടവകയുടെ പട്ടത്താ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. 10-15-16 ഇടവകളിൽ അവിടെ കേട്ട് കേരളത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുമ്പ് കുമ്മനാട് എന്ന ഇടവകയിൽ നിന്ന് ഞാൻ വിരമിച്ച് ദൈവം എനിക്ക് അവിടെ തന്നെ ഒരു സ്ഥലവും അവിടെ ഒരു വീട് വെക്കുവാനുള്ള സാഹചര്യങ്ങളും കർത്താവ് ഒരുക്കി തന്നു. അങ്ങനെ റിട്ടയർഡ് ലൈഫ് ഞാനിപ്പോൾ കുമ്മനാട് താമസിച്ചുകൊണ്ട് കുമ്മനാട് സഭയോടുള്ള ബന്ധത്തിലും പിന്നെ ഈ വിരമിച്ച അച്ഛന്മാരെ വല്ലപ്പോഴുമൊക്കെ അച്ഛന്മാർ ഓർക്കാറുണ്ട്. അവർക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെങ്കിൽ എന്നാ വിലമെച്ചം വന്നാൽ നാരായണ എടുത്തു എന്ന് പറയുമ്പോൾ അവിടെ പോയൊക്കെ ആരാധന എടുക്കുകയും ഇതുപോലെ ദൈവം അയക്കുന്ന സ്ഥാനത്ത് വചന ശുശ്രൂഷയ്ക്കായി കടന്നു പോവുകയും ചെയ്യും. ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. വിരമിച്ചുവെങ്കിലും വീട്ടിലിരിപ്പാനല്ല, അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ ദൈവവചനവുമായി അനേകരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ, അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ദൈവം ഒരായുധമായി എന്നെ ഉപയോഗിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞായറാഴ്ച ഞങ്ങൾ കുടുംബമായിട്ട് വരാൻ ഞങ്ങൾ രണ്ടുപേരും, ഓഫ്കോഴ്സ് ഞങ്ങളുടെ മക്കളൊന്നും ഞങ്ങളുടെ കൂടെ ഇല്ല, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഞായറാഴ്ച ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്നതാണ്. വളരെ സന്തോഷമുണ്ട്. മനോഹരമായ പാട്ട് പാടുന്ന കോയറനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഈ മൈക്ക് കയ്യിലെടുത്ത് വെച്ച് നടന്നായിരുന്നു പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഈ പരിപാടി വന്നതിന് ശേഷം അവരെന്നോട് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ എവിടെയെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് പ്രസംഗിച്ചോണം, ഞങ്ങൾക്ക് ക്യാമറയും കൊണ്ട് അച്ഛൻ്റെ പുറകിന് നടക്കാൻ വയ്യ എന്ന് അവർ പറഞ്ഞത് കൊണ്ട് അത് മാനിച്ചല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തിരിഞ്ഞു നോക്കിയാലേ നിങ്ങളെ ഒന്ന് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. കഴിവതും എൻ്റെ ശ്രദ്ധ നിങ്ങളിലേക്കൊക്കെ ചെല്ലാനായിട്ട് ശ്രമിക്കാം. ഇവർക്ക് ശരിയായ രീതിയിൽ അത് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉള്ളത്ത് തന്നെ നിന്ന് പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നുച്ച കഴിഞ്ഞ് പറഞ്ഞത്, ഇന്ന് എൻ്റെ ദൂത് ഒരു യഥാസ്ഥാനപ്പെടലിൻ്റെ ദൂതാണ്. നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു സൈഡിൽ സഭ വളരുന്നുണ്ട്. കൊച്ചു കൊച്ചു സഭകൾ സാമ്പത്തികമായിട്ട് വളർന്നു, അതൊക്കെ ഇടിച്ച് പൊളിച്ച് വലിയ പള്ളികൾ പണിയുന്നു, വലിയ പാസനേജുകൾ പണിയുന്നു. സഭയ്ക്ക് ധാരാളം പ്രോഗ്രാംസ് ഉണ്ട്, ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ വളരുന്നുണ്ട്. എന്നാൽ മറു സൈഡിൽ ആത്മീകമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സഭാജീവിതത്തിൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിക്കുമ്പോൾ നാം മേലോട്ടല്ല, വളർച്ചയിലല്ല, താഴ്ചയിലാണ് എന്നുള്ളത് മനസ്സിലാവും. ഒരുപക്ഷെ കുറെ കൂടെ ആഴമായി അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുവാൻ തുടങ്ങിയത് വിശ്രമ ജീവിതത്തിലാണെന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ഏറ്റുപറച്ചിലായിരിക്കും. കാരണം സഭാ ശുശ്രൂഷകനായി സഭയുടെ പരിപാടികളിലും പ്രാർത്ഥനയിലും വീട്ടുപ്രാർത്ഥനയിലും കല്യാണത്തിലും സ്നാനത്തിലും മരണത്തിലും ഒക്കെ ഇങ്ങനെ ഓടി നടന്നോ വേല ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചിന്തിക്കുവാൻ സാധിച്ചതിനെക്കാട്ടിലും ആഴമായി വിശ്രമ ജീവിതത്തിൽ സഭയുടെ പോക്ക് എങ്ങോട്ടാണ്, സഭയുടെ ആത്മീക നിലവാരം എങ്ങനെയിരിക്കുന്നു മുമ്പത്തെക്കാട്ടിലും എന്ന് ഒന്ന് അവലോകനം ചെയ്യുവാൻ എനിക്ക് ധാരാളം അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ദൂതിൽ ചേർത്ത് പറയാം. എത്രയോ കൂട്ടായ്മകൾ, എത്രയോ മുഴുരാത്രി പ്രാർത്ഥനകൾ, ഉപവാസ പ്രാർത്ഥനകൾ,
ഒക്കെ നടന്നിരുന്ന എത്രയോ പരസ്യ യോഗങ്ങൾ, എത്രയോ സുവിശേഷ യോഗങ്ങളിൽ മണ്ണ് നുള്ളിയിട്ടാൽ താഴാത്തവണ്ണം ആളുകൾ വന്ന് നടന്ന, ആത്മാവിൻ്റെ സന്തോഷത്തിൽ ആറാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയിരുന്ന ഒരു കാലം നമ്മുടെയൊക്കെ സഭകളിലുണ്ടായിരുന്നു. ഇന്ന് നിശേഷം അസ്തമിച്ചു എന്നൊന്നും ഞാൻ പറയത്തില്ല. അങ്ങിങ്ങാട്ട് ദൈവം തമ്പുരാൻ നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ പൊതുവായിട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ പല കാര്യങ്ങളും that crept into the church, into the church life, സഭാ ജീവിതത്തിലേക്ക് ലോകത്തിൻ്റെ പല താല്പര്യങ്ങളും നുഴഞ്ഞു കയറി. അതിൻ്റെ ഫലമായിട്ട് ആത്മീകത മങ്ങിപ്പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. അത് നമ്മൾ സമ്മതിച്ചേ മതിയാവും. അതുകൊണ്ട് ആ ഒരു ചിന്തയോടുകൂടെ, ആ ഒരു ഭാരത്തോടുകൂടെ ദൈവസന്നിധിയിൽ വചനവുമായിട്ടിരുന്നപ്പോൾ കർത്താവ് തന്ന ചില ചിന്തകളായി ഉച്ചയ്ക്കും ഇപ്പോഴും ഞാൻ ഒരേ ത്രെഡിൽ നിന്നുകൊണ്ട് പല വ്യത്യസ്ത വേദഭാഗങ്ങളിൽ കൂടെ നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ജനങ്ങളെ 430 വർഷക്കാലത്തെ പീഡനത്തിന് ശേഷം ദൈവം തമ്പുരാൻ മോശയിൽ കൂടെ വിടുവിച്ച്, മോശയിൽ കൂടെ അവരെ ചെങ്കടൽ കടത്തി ഇക്കരെ കൊണ്ടുവന്ന് മുന്നോട്ട് നടത്തുന്ന അനുഭവം. അങ്ങനെ ഇസ്രായേൽ ജനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ യഹോവയായ ദൈവം തമ്പുരാൻ മോശയോട് പറയുന്നത് പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. അവൻ പിന്നെയും മോശയോട്, ഇവിടെ വായിച്ച് സഹായിക്കുന്ന സഹോദരന്മാരാണ്, അവൻ പിന്നെയും മോശയോട്, നീയും അഹരോനും നാദാബും അബീഹൂവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്ത് നിന്ന് നമസ്കരിപ്പീൻ. മോശ മാത്രം യഹോവയ്ക്ക് അടുത്തു വരട്ടെ, അവർ അടുത്തു വരരുത്. ദൈവത്തിന്റെ കൽപ്പനകൾ നൽകുവാൻ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടുന്നത്, അവരെങ്ങനെയാണ് ദൈവത്തോട് ചേർന്ന് അവരുടെ ജീവിത പ്രയാണം മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് കൽപ്പന കൊടുക്കുവാൻ ആ വലിയ ചുമതല ഏറ്റെടുക്കുന്ന മോശയെ യഹോവയായ ദൈവം തന്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. വേറെ ആരും കയറി വരരുത്, മോശ മാത്രമേ വരാവൂ എന്ന് ദൈവം നിഷ്കർഷിക്കുന്നത് നാം വായിച്ചു. വിവരം മോശ ജനങ്ങളെ അറിയിച്ചപ്പോൾ ജനങ്ങള് ദൈവസന്നിധിയിൽ ഒരുപോലെ ഒരു കാര്യം പറഞ്ഞു. അത് 3-ാമത്തെ വാക്യത്തിലാണ് കാണാൻ സാധിക്കുന്നത്. എന്നാറെ മോശ വന്നു യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളുമെല്ലാം ജനത്തെ അറിയിച്ചു. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും എന്ന് ജനമൊക്കെയും ഏകശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണം. യഹോവ കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും, അനുസരിക്കുമെന്ന് ജനം ഒക്കെയും. ഭാഗികമായിട്ടല്ല, പുരുഷന്മാർ മാത്രമായിട്ടല്ല, സ്ത്രീകൾ മാത്രമായിട്ടല്ല, ദൈവത്തോട് അനുകൂലമായി നിൽക്കുന്ന ഒരു വിഭാഗമല്ല, ആബാലവൃദ്ധം ജനം. എന്നിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പദം കിടച്ചിരുന്നു, ഒറ്റ സ്വരത്തിൽ, ഇൻ വൺ അക്കോർഡ്, വിത്ത് വൺ വോയിസ്, ഒരു ശബ്ദത്തോടെ ഒറ്റ തരത്തിൽ അവർ ഒന്നിച്ചു പറഞ്ഞു, യഹോവ എന്തു പറഞ്ഞാലും ഞങ്ങളത് അനുസരിച്ചു കൊള്ളാം. മോശ നീ പോയിട്ട് വാ, ദൈവം പറയുന്നത് അനുസരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവർ പറയുകയാണ്. എന്നാൽ മുന്നോട്ട് നമ്മൾ പുറപ്പാട് പുസ്തകം വായിച്ചു വരുമ്പോൾ അതേ ജനം തന്നെ ഈ ദൈവസന്നിധിയിൽ ദൈവം പറയുന്നത് അനുസരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ അതേ ജനം തന്നെ ദൈവത്തെ മറുതലിക്കുന്നത്, ദൈവത്തെ മറന്നു കളയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ ദൈവത്തിൻ്റെ ആലോചനകളിൽ ആശ്രയം വെക്കുന്നതിന് പകരം
അവരുടെ സ്വന്തം ചിന്തകളിലും സ്വന്തം അനുമാനങ്ങളിലും ശരണപ്പെട്ടുകൊണ്ട് അവരവരുടേതായിട്ടുള്ള വഴി തേടുന്നത് പിന്നോട്ടുള്ള അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആവർത്തിക്കുന്നില്ല, അതേ ജനം അഹരോനോട് പറയുന്ന ഒരു സംഗതിയുണ്ട്. മോശ പോയിട്ട് കുറെ ദിവസമായി, മോശയെക്കുറിച്ചൊന്നും അവർക്ക് അറിയത്തില്ല. മോശ വരാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവരുടെ ബുദ്ധിയിലും അവരുടെ വഴികളിലും അവരുടെ ജ്ഞാനത്തിലും ആശ്രയിച്ചുകൊണ്ട് അഹരോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധിക്കുവാൻ ഒരു ദൈവം വേണം. വായിച്ചേ 32-ാമത്തെ അധ്യായത്തില്. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്നിറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഓർത്തോണേ, ദൈവം തമ്പുരാൻ അവരുടെ കണ്ണുനീര് കണ്ട് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ അത്ഭുതങ്ങളാൽ വിടുവിച്ചു. മുമ്പിൽ ചെങ്കടലും പിന്നില് ഫറവോന്റെ സൈന്യവുമായി ചുറ്റപ്പെട്ടപ്പോ ചെങ്കടലിനെ രണ്ടായി പിളർന്നവരെ വിടുവിച്ചു. ആമേൻ, ഹല്ലേലൂയ. പിന്നിൽ വന്ന മിസ്രയീമിന്റെ സൈന്യത്തെ മുഴുവനും അതേ വെള്ളത്തിൽ മുക്കി താഴ്ത്തി കൊന്നു. മുന്നോട്ടുള്ള പ്രയാണത്തില് മാറായ മധുരമാക്കി കുടിക്കുവാനുള്ള വെള്ളമൊരുക്കി. അങ്ങനെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ദൈവം തമ്പുരാൻ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി നടത്തി വന്നപ്പോ, ഏതാനും ദിവസങ്ങൾ മോശയെ കാണാതെ വന്നപ്പോ ഇസ്രായേൽ ജനങ്ങൾ പറയുക, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഇപ്പോ ഒരു ദൈവമില്ല, ഞങ്ങളുടെ ദൈവം എവിടെയാണെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ദൈവമില്ല. അതുകൊണ്ട് അഹരോനെ, നീ ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം എന്ന് പറയുകയാണ്. ഞാൻ ഈ വേദഭാഗം ചിന്തിച്ചപ്പോ ഞങ്ങൾ അച്ഛന്മാരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു പോയി. എന്തുകൊണ്ടാ അഹരോന് തിരിച്ച് അവരോട്, ഇല്ല ഇല്ല അങ്ങനെ ചെയ്യരുത്, നിങ്ങളെ ഇതുവരെ നടത്തിയ ദൈവം തമ്പുരാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, അവൻ അദൃശ്യനായി നിങ്ങളെ നടത്തുവാൻ, നിങ്ങളെ പരിപോഷിപ്പിക്കുവാൻ നിങ്ങൾക്ക് മുമ്പായി നടക്കുന്നവനായിട്ടുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ പ്രയാണം മുന്നോട്ട് പോകാം എന്ന് അഹരോന് എന്തുകൊണ്ടാണ് ഈ ജനത്തോട് ഉത്ബോധിപ്പിക്കുവാൻ കഴിയാതെ വന്നത്? അങ്ങനെ ഒരു വാക്കുപോലും അഹരോൻ പറഞ്ഞതായിട്ട് വേദപുസ്തകം രേഖപ്പെടുത്തുന്നില്ല. പകരം അവർ വന്ന ദൈവത്തെ ഉണ്ടാക്കി തരണം, ഞങ്ങൾക്ക് മുമ്പായി നടക്കുന്ന ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞപ്പോ ഇമ്മീഡിയറ്റ്ലി അഹരോൻ പറയുന്നത്, നിങ്ങളുടെ കാതിലെയും കഴുത്തിലെയും കുണുക്കുകളും ഒക്കെ ഇഞ്ഞു കൊണ്ടുവാ, നിങ്ങൾക്ക് ദൈവത്തെ ഉണ്ടാക്കി തരാം. നാം വായിക്കുന്നത്, ആ കുണുക്കുകളും സ്വർണങ്ങളും എല്ലാം ഉരുക്കി ഒരു നല്ല കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർക്ക് ആരാധിക്കുവാൻ അവരുടെ മുമ്പിൽ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാ. ഞാൻ അവിടെയാ പറഞ്ഞത് നമ്മുടെ അച്ഛന്മാരുടെ അവസ്ഥ എന്താണെന്ന്. ജനം ആവശ്യപ്പെടുന്നത് അനുസരിച്ച് ഇന്ന് ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ പിറ്റേ വർഷം ട്രാൻസ്ഫറാണ്. അച്ഛൻ പറഞ്ഞു, അല്ല തിരുമേനി, ഞങ്ങളിന്ന് ഉണ്ടോണ്ടിരുന്ന പറഞ്ഞു, പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുക കംപ്ലൈൻസ്, ഒന്നിൻ്റെ പുറകെ 400-500 കണ്ടായി കംപ്ലൈൻറ്റ്. തിരുമേനിക്ക് കംപ്ലൈൻ്റ്, ഈ അച്ഛനെ ഞങ്ങൾക്ക് വേണ്ട, ഈ അച്ഛൻ അങ്ങനെ, ഈ അച്ഛൻ ഇങ്ങനെ. അതുകൊണ്ട് നിലനിൽപ്പിന്റെ പ്രശ്നമാ. ജനം പറയുന്ന കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ജനത്തെ അനുസരിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യേണ്ടി വരുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലല്ലേ നമ്മൾ അച്ഛന്മാരായിരിക്കുന്നത് എന്നൊന്ന് ചിന്തിപ്പാ. അവരോട് മറുത്ത് പറയുവാൻ കഴിയാത്തവണ്ണം, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ കേരളത്തിൻ്റെ വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമൊക്കെ ശുശ്രൂഷ ചെയ്തവരാ. അവിടെ ചേർച്ച് കമ്മിറ്റി ഡോമിനേറ്റഡാ. അച്ഛന്മാരുടെ വോയിസിനൊന്നും നമ്മുടെ നാട്ടിലുള്ളതുപോലെ വിലയില്ല. അവർ പറയുന്നത് അനുസരിക്കണം, അവർ പറയുന്നത് പോലെ ചെയ്യണം, അവർ പറയുന്നത് പോലെ പ്രസംഗിക്കണം,
അവര് പറയുന്ന സമയത്ത് പ്രസംഗം നിർത്തണം. ഇങ്ങനെ അവരുടെ കൽപ്പന അനുസരിച്ചാൽ 3 വർഷം കഴിയുമ്പം വല്ലോ 10 തുട്ട് കിട്ടും, അതുകൊണ്ട് പോരാ, ഇല്ലെങ്കിൽ വിവരം അറിയും. കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ അഭിലാഷമനുസരിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യേണ്ട അഹ്റോൻ പുരോഹിതന്മാരായി ഇന്ന് കാലഘട്ടം നമ്മളെ ആക്കിയില്ലേ? നമ്മൾ പലപ്പോഴും അതിന് വശംവദരായി തീരുന്നില്ലേ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നന്നായി കാണുമെന്ന് പറയുക. മേക്ക് us God, ഞങ്ങൾക്ക് ദൈവത്തെ ഉണ്ടാക്കിത്ത, ദൈവത്തിന് പകരമായി അവരെ നയിച്ച, അവരെ വിടുവിച്ച, ദൈവത്തിന് പകരമായി അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റൊരു ദൈവത്തെ ഉണ്ടാക്കി ജീവിക്കുന്നവനായി ദൈവത്തിന്റെ സ്ഥാനത്ത് അവരെ വെച്ച് ആ ദൈവത്തിന്റെ മുമ്പിൽ യാഗപീഠങ്ങളെ ഉണ്ടാക്കി. ആ യാഗപീഠങ്ങളിൽ സമാധാന യാഗമർപ്പിച്ച് അതിൻ്റെ മുമ്പിൽ ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാനും എഴുന്നേറ്റുവെന്ന എത്ര ദയനീയമായൊരവസ്ഥയാണ്, എത്ര ദയനീയമാണ്. ഞാനിത് പറഞ്ഞു പോകുമ്പോൾ നമ്മുടെയൊക്കെ കടന്നു പോകുന്ന ക്രൈസ്തവ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടെ ഒന്ന് കടന്നു വരട്ടെ. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ സൈന്യങ്ങളുടെ യഹോവയായ ദൈവം തമ്പുരാൻ നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ട് അവരുടെ കണ്ണുനീരിന് മറുപടി തന്ന് അനുഗ്രഹമായി നമ്മളെ നടത്തിക്കൊണ്ട് നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഏതാവശ്യങ്ങളുടെ മധ്യത്തിലും ഇന്നത്തെ കൂട്ട് സുഭിക്ഷതയില്ലാതിരുന്ന, ദാരിദ്ര്യം മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ സമ്പാദ്യം മുട്ടയിലെ തഴമ്പ് മാത്രമായിരുന്നു. മർത്തമാ സഭയിൽ ഒരു ജോർജ് വർഗീസ് അച്ഛനുണ്ട്. അച്ഛൻ റിട്ടയർ ചെയ്തു. അച്ഛൻ പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ്റെ ഒരു ബന്ധത്തിലുള്ളൊരു പിതാവ്, വളരെ ദാരിദ്ര്യമാണ്, ഒരു കൊച്ചുകുടില്ല, 4-5 നല്ല സുന്ദരികളായ പെൺമക്കളുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് വൈകിട്ട് ചെറിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുത്ത് ആ കൊച്ചു കുടിലിൻ്റെ അകത്ത്, ഓലപ്പുരയ്ക്കകത്ത് നല്ല അടച്ചുകെട്ടൊന്നുമില്ല, എൻ്റെ വാതുക്കലൊരു ഓല ചെറ്റ വെച്ച് അതിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ഈ പെൺമക്കൾ 4 പേരും ഉറങ്ങുന്നിടം വരെ 91-ാം സങ്കീർത്തനം ചൊല്ലി ഈ അപ്പച്ചനും അമ്മച്ചും വാതില് കാവൽക്കാരായിട്ട് ഇരിക്കുക. നടന്ന സംഭവമാണ്. എല്ലാ ദിവസവും ഇതാ. കാരണം ഈ കുഞ്ഞുങ്ങളെ ആരേലും ആക്രമിക്കുമോ, ആരേലും ഉപദ്രവിക്കുമോ എന്ന് ചിന്തിച്ച് അവരങ്ങനെ തന്നെ എല്ലാ ദിവസവും 91-ാം സങ്കീർത്തനം പല ആവർത്തി ഉരുവിട്ട് രാത്രി ചെലവഴിച്ചു. ഭാഗ്യമെന്ന് പറയട്ടെ, ഒരു മകള് BS നഴ്സിംഗ് കഴിഞ്ഞ്, BSc നഴ്സിംഗ് ഒന്നും ഇല്ലല്ലോ, നഴ്സിംഗ് കഴിഞ്ഞ് ഡൽഹി പോയി. ഡൽഹിയിൽ നിന്ന് അവൾ അമേരിക്കയിൽ എത്തി. അതിൻ്റെ പുറകെ സഹോദരിമാർ എല്ലാവരും അമേരിക്കയിലെത്തി. ഈ കൊച്ചു കുടിലിൻ്റെ സ്ഥാനത്ത് വലിയ മട്ടുപ്പാവുള്ള ഭയങ്കര മച്ചുള്ള കോൺക്രീറ്റ് സൗധം പണിതു. ആ വീടിന് ചുറ്റും 18 അടി പൊക്കത്തിൽ മതിലും 11 അടി പൊക്കത്തിൽ ഒരു വലിയ ഇരുമ്പ് ഗേറ്റും, അത് പൂട്ടാനായിട്ടൊരു താഴുമുണ്ടാക്കി അത് പൂട്ടി. ഇപ്പൊ 91-ാം സങ്കീർത്തനവുമില്ല, ഒന്നുമില്ല. കടിക്കാൻ ഒരു പട്ടിയും കുരയ്ക്കാൻ വേറൊരു പട്ടിയും കൂടെ അതിൻ്റെ അകത്താക്കി. ഒരു ഭിക്ഷക്കാരൻ പോലും കയറി വന്ന് 10 പൈസ കൊടുക്കാൻ കഴിയാതെ വണ്ണം അവരുടെ സാമ്രാജ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ദൈവം പിന്നെന്തിനാ 91-ാം സങ്കീർത്തനം പിന്നെന്തിനാ? ഈ ദൈവത്തെ പിൻപറ്റിയിട്ട് എന്താ? അവരുടേതായ ദൈവത്തെ അവർ കണ്ടെത്തി അതിനെ പിൻപറ്റുവാൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇന്നത്തെ അവസ്ഥ ഏതാണ്ട് ഇതല്ലേ? ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ ധന്യതയിലേക്ക് ദൈവം തമ്പുരാൻ നടത്തിയപ്പോ നാം ദൈവത്തെ മറന്നു കളഞ്ഞു. ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കാൻ അവര് ചെലവഴിക്കുവാൻ തയ്യാറായിരുന്നു. നിങ്ങളുടെ കാതിലെ കുടുക്ക് ഒക്കെ കൊണ്ടുപോവാ, ഒരു പ്രയാസം കൂടാതെ ഇതൂരി അവരുടേതായ ദൈവത്തെ ഉണ്ടാക്കുവാൻ
ചെലവഴിക്കപ്പെടുവാൻ അവർ തയ്യാറായിരുന്നു എന്ന്. ഫലം എന്തു പറ്റിയെന്നറിയാമോ? യഹോവയായ ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു, മോശേ നീ ഇറങ്ങിച്ചില്ല, അവർ താണ്ടെ ദുസ്സാഠ്യമുള്ള ജനമായി തീർന്നിരിക്കുന്നു. 32-ാം അധ്യായത്തിൽ താഴോട്ട് വരുമ്പോൾ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇസ്രായേലേ, ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു. ഇസ്രയേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു. അവർ പറഞ്ഞു, ദൈവത്തിന് പകരം അവരുടെ കാളക്കുട്ടിയെ ഉണ്ടാക്കി, ഇതാണ് നിങ്ങളെ മിസ്രയീമിൽ നിന്ന് അയച്ച ദൈവം എന്ന് അവർ പറഞ്ഞു. എന്നിട്ട് ദൈവം പറയുന്നു, ഈ ജനത്തെ നോക്കി കൂടെ നിന്ന് വായിര് ടക്ക് ടക്ക് ടക്കെന്ന് വായിച്ചു പോകും. ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ദൈവം പറഞ്ഞു, അവര് ദുശാഠ്യമുള്ള ജനമാ, അവരെന്നെ തള്ളിക്കളഞ്ഞ ജനമാ, അതുകൊണ്ട് എന്റെ കോപം അവരുടെ മേല് ജ്വലിച്ചിരിക്കുന്നു. 32-ാം അധ്യായത്തിന്റെ 33-34 വാക്യങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും ദൈവം അവരോട് പറയുകയാ, യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളിച്ചത് ദേശത്തേക്ക്. മോശേ, ഞാൻ നിന്നോട് അരുളിച്ചതുപോലെ ഈ ജനത്തെ നീ നയിച്ചോ, നീ പോ, പക്ഷെ ഞാൻ നിന്റെ കൂടെ വരുത്തില്ല. പകരം വേണമെങ്കിൽ ഞാനൊരു ദൈവദൂതനെ അയക്കാം, എന്നാലും ഞാൻ നിന്റെ കൂടെ വരികയില്ല. എന്നാൽ എന്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേല് സന്ദർശിക്കും എന്ന് ദൈവത്തിന്റെ കോപം കൊണ്ട് ജ്വലിച്ചുകൊണ്ട് പറയുക. ഐ വിൽ നോട്ട് കം ഇൻ. പക്ഷേ നീ അവരെ നയിച്ചു, പക്ഷെ ഞാൻ അവരുടെ കൂടെ വരില്ല എന്ന് പറയുകയാ. 33-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അതിന്റെ 3-ാമത്തെ വാക്യത്തില് ദൈവം തമ്പുരാൻ വീണ്ടും മോശയോട് ഇങ്ങനെ പറയുകയാ, വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല. ദൈവം തീർത്തു പറഞ്ഞു, നിന്റെ കൂടെ, നീ ജനത്തിന്റെ കൂടെ ഞാനില്ല. കാരണം അവർ ദുശാഠ്യമുള്ള ജനമാ, അവരെന്നെ തള്ളിക്കളഞ്ഞ ജനമാ. അതുകൊണ്ട് ഈ മരുപ്രയാണത്തിൽ ഞാൻ അവരോട് കൂടെ ഉണ്ടാവുകയില്ല എന്ന് തീർത്തു പറഞ്ഞു. പ്രിയമുള്ളവരെ, do we have God with us today? നമ്മുടെ സഭകളിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ കൂടിവരവുകളിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ, നമ്മുടെ നേട്ടങ്ങളിൽ, നമ്മുടെ കോട്ടങ്ങളിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ? എന്നേ ദൈവം പടിയിറങ്ങിപ്പോയില്ലേ? കാരണം നമ്മുടെ പ്രവൃത്തി തെളിയിക്കുന്നത് അതാ. ഞാൻ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഞാനത് വളരെ സവിസ്തരമായിട്ട് പറഞ്ഞതാ. നീതിയില്ലാത്ത, ന്യായമില്ലാത്ത അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന, പലപ്പോഴും ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടിയും നേട്ടങ്ങൾക്ക് വേണ്ടിയും ലൗകികമായ ഭൗതികമായ ജീവിതത്തിൻ്റെ ആസ്വാദനത്തിന് വേണ്ടിയും ദൈവത്തെ മാറ്റി നിർത്തി ദൈവമില്ലാത്ത ജനത്തോടു കൂടെ നാം യാത്ര ചെയ്യുകയാണ്. ഇവിടെ മദ്യപിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അവരോടൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഈ രാത്രി ഇതിനോട് ബന്ധത്തിൽ. നീ മദ്യപിക്കുമ്പോൾ നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടോ? നീ ദുർമാർഗത്തിൽ ജീവിക്കുമ്പോൾ നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടോ? നീ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദൈവികമല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടോ? നിന്റെ സഭയിൽ കലഹമുണ്ടാക്കി, നിന്റെ പട്ടക്കാരെ ദുഷിപ്പിച്ചു, നിന്റെ സഭയെ ദുഷിപ്പിച്ചു, സഭയുടെ സമാധാനപരമായിട്ടുള്ള ശാന്തതയായിട്ടുള്ള ആത്മീക ശുശ്രൂഷകൾക്ക് തടസ്സം നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കൂടെ ഉണ്ടോ? ദൈവം നമ്മെ എന്നേ വിട്ടുപോയി. കാരണം നാം ദുശാഠ്യമുള്ള ജനമായി മാറിയിരിക്കുന്നു.
ഇസ്രായേൽ ജനം ദുസ്സാക്ഷ്യമുള്ള ജനമായി മാറിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇനി അവരുടെ നടുവിൽ നടക്കത്തില്ല എന്ന് ദൈവം തീർത്ത് പറയുന്നത് കാണാൻ സാധിക്കുന്നു. 2024 ക്രൈസ്തവ സമൂഹത്തിൻ്റെ പരിച്ഛേദനമാണ്. ഞാൻ CSIയുടെ മാത്രമല്ല പറയുന്നത്, ക്രൈസ്തവ ആഗോള ഇതിലാണ്. ഒന്നോർത്ത് നോക്കിയേ, കേരളത്തിലെ പല ഡിനോമിനേഷൻ്റെ ഇടയിൽ നടന്ന, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നടന്ന പല പ്രവർത്തനങ്ങളെയും ഒന്ന് അവലോകനം ചെയ്തേ. ദൈവമുണ്ടോ? ദൈവത്തിൻ്റെ പേരില്ല, കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ പേരില്ല. പക്ഷേ വാസ്തവമായിട്ടും ദൈവം അവരുടെ കൂടെ ഉണ്ടോ? They lost the presence of God. അവരെ വഴി നടത്തിയ, അവരുടെ പിതാക്കന്മാരെ വഴി നടത്തിയ, അവരോട് കൂടെ ഉണ്ടായിരുന്ന ദൈവത്തെ മറന്നു കളഞ്ഞ് അവരുടെ കാളക്കുട്ടിയെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടു. ഈ രാത്രി ദൈവത്തെ നഷ്ടപ്പെട്ട സമൂഹമായി, ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ട സമൂഹമായി എത്ര നാള് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും? ഈ ബാഹ്യമായ കോലാഹലങ്ങൾ കൊണ്ട്, ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ട് ഒരു ക്രൈസ്തവ സമൂഹമായിട്ട് നമുക്ക് എത്രമാത്രം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും? ഒരു മടങ്ങിവരവ് ആവശ്യമല്ലേ? ഒരു തിരുത്തൽ ആവശ്യമല്ലേ? ഒന്ന് തിരിഞ്ഞ് ഈ ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവം നമ്മളോട് കൂടെ യാത്ര ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് മടങ്ങി വരേണ്ടുന്നത് ആവശ്യമല്ലേ? മോശ അത് മനസ്സിലാക്കി. ഇസ്രായേൽ ജനങ്ങളുടെ മധ്യത്തിലുണ്ടായിരുന്ന സമാഗമന കൂടാരത്തിൽ ദൈവ തേജസ്സില്ല. മോശയ്ക്ക് മനസ്സിലായി, ഇനി ദൈവം തമ്പുരാൻ ഒരിക്കലും ഇവിടെ വരില്ല, ഈ സമാഗമന കൂടാരത്തിൽ ദൈവം ഒരിക്കലും വസിക്കത്തില്ല എന്ന് മോശ മനസ്സിലാക്കി. മോശ എന്ത് ചെയ്തെന്നറിയാമോ? കൂടാരം പൊളിച്ചവിടുന്ന്, കൂടാരം അവിടുന്ന് പൊളിച്ച് 7-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിച്ചേ 33:7. മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത്, പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു, അങ്ങ് ദൂരെ കൊണ്ടുപോയി. അതിന് സമാഗമന ഇസ്രായേൽ ജനങ്ങളുടെ പാളയത്തിന് അടുത്തകുമല്ല, കാരണം അടുത്തായാൽ പോലെ ഈ ദൈവം അവിടെ വരില്ല. അത്രമാത്രം ഇസ്രായേൽ ജനത്തെ ദൈവം വെറുത്തു. അതുകൊണ്ട് മോശ സമാഗമന കൂടാരം പൊളിച്ചങ്ങ് ദൂരെ കൊണ്ടുപോയി, അവിടെ അടുക്കി. 8-ാമത്തെ വാക്യം, മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താന്റെ കൂടാരവാതിൽക്കൽ നിന്ന് മോശ കൂടാരത്തിനകത്ത് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങ് ദൂരെ കൊണ്ട് കൂടാരമടിച്ച് മോശ ദൈവത്തോട് സംസാരിക്കുവാൻ തുടങ്ങി. ഇതാ ഇടിവിൽ നിൽക്കുവാൻ ഒരു മനുഷ്യൻ, ഇസ്രായേൽ ജനത്തിന് നഷ്ടപ്പെട്ടു പോയ ദൈവത്തെ മടക്കിക്കൊണ്ടുവരുവാൻ. എന്നെ കേൾക്കുന്ന എന്റെ സഹപട്ടക്കാരെ, ഉപദേശിമാരെ, മിഷണറിമാരെ, ദൈവമക്കളെ, ഒന്ന് ഇടിവിൽ നിൽക്കുവാൻ. ക്രൈസ്തവ സഭയുടെ ആത്മീക അനുഭവം ജീർണിച്ചു പോകുന്ന സമയത്തോ ജനം പറയുന്ന കാളക്കുട്ടിയെ ഉണ്ടാക്കിക്കൊടുത്ത് സംതൃപ്തി അടയുവാനല്ല, മറിച്ച് ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഇടിവിൽ നിൽക്കുന്ന ദൈവദാസന്മാരെ, ഹല്ലേലൂയ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിന്ന് ജനത്തിനു വേണ്ടി ക്ഷമ ചോദിക്കുവാൻ കഴിയുന്ന ശുശ്രൂഷകരെ ഈ നാളുകളിൽ സഭയിൽ കണ്ടെത്തുവാൻ സാധിക്കണം. ഇതാ മോശ അതാ ചെയ്യുന്നത്. മോശ ഒരു പരാതിയും പറഞ്ഞില്ല, ആരെയും വഴക്ക് പറഞ്ഞില്ല. മോശ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങ് സമാഗമന കൂടാരത്തിൽ ദൂരെ ദൈവം പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്ത് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നതാ, ഹല്ലേലൂയ, നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഒന്ന് മുട്ടുമടക്കാമോ? നമ്മുടെ സഭകൾക്ക് വേണ്ടി, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, അവർ കർത്താവിനെ കണ്ടെത്തുവാൻ, അവർ യേശുവിനെ അറിയുവാൻ നമുക്കൊന്ന് മുട്ടുമടക്കാൻ പറ്റുമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിന്ന് ദൈവത്തോടൊന്ന്
ഈ അടുത്ത സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ദൈവം തമ്പുരാൻ തന്ന മറ്റൊരു ചിന്ത ഇങ്ങനെയാണ്. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായിട്ട് കാണുന്നത് നിത്യതയല്ലേ? നാം നിത്യതയിലേക്ക് കാത്ത് ഇരിക്കുകയാണ്. ഓടെ കിടക്കുന്ന കള്ളൂടിയും മത്തായിച്ചനെ വിളിച്ചിട്ട് മത്തായിച്ച ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ മത്തായിച്ചൻ പറയും പ്രിയം വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നു പോയാൽ മതി എന്നില്ലേ? പോവില്ല എന്നുള്ളത് വേറെ കാര്യമാണ്. ആര് മരിച്ചാലും CSI കാരനാണ് മരിച്ചെങ്കിൽ അവൻ്റെ ശവകുടീരത്തിൻ്റെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട് കർത്താവേ ഈ മനുഷ്യനെ അങ്ങയുടെ നിത്യസ്വസ്ഥതയിലേക്ക് ചേർത്തതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന് പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. 41 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ പട്ടാളത്തിൽ നിന്ന് CSI കാരനായിട്ടോ റിട്ടയർ ചെയ്ത് വന്ന് അന്ന് മുതൽ, അതിനു മുമ്പേ കുടിയായിരുന്നു, അന്ന് മുതൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് കുടിച്ച് അവൻ്റെ ഉള്ളു മുഴുവനും പോയി. കരളില്ല, ചങ്കില്ല, ഒന്നുമില്ല. ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒത്തിരി നാളില്ലെന്ന്. എന്നാലും രാവിലെ മെല്ലിച്ച ശരീരത്തിൽ അവന് അകത്താക്കാവുന്ന അത്രയും കുടിച്ചുകൊണ്ട് റോഡിൽ കൂടെ വേച്ച് ഇങ്ങനെ പോകും. അവൻ്റെ 41-ാമത്തെ വയസ്സിൽ അവൻ മരിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ? ഫേസ്ബുക്കിൽ വന്ന ഫോട്ടോ, അവൻ്റെ ഫോട്ടോ ഇട്ട് എൻ്റെ മുകളിൽ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മദ്യപിച്ച് മതോന്മത്തനായി ലക്കില്ലാത്തവന്റെ ശവ അടക്കിന് കാശുണ്ടായിരുന്നുകൊണ്ട് തിരുമേനിയാ പോയെ. തിരുമേനി ചെന്നിട്ട് എന്താ പ്രാർത്ഥിച്ചേ? ഇവ മദ്യപാനി ആയതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്ന് വിവരം അറിയില്ലേ? ഒരച്ഛനെന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ, വിവരം അറിയേ? തിരുമേനി വായിച്ചു, കർത്താവേ കഷ്ടനഷ്ടത്തിരകളിൽ നിന്ന് അങ്ങയുടെ നിത്യസ്വസ്ഥയിലേക്ക് ഈ മനുഷ്യനെ അല്ലേ 10 തിരുമേനിമാർ നിരന്ന് നിന്ന് ചൊല്ലിയാൽ പോവോ? എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത, നമ്മുടെ ദൈവാലയങ്ങളിൽ ഞായറാഴ്ച രാവിലെ ആരാധിക്കുവാൻ കടന്നു വരുന്ന ജനം, നാം അവരെ ആരാധനയും നടത്തുന്നു. മനോഹരമായ 4 പാർട്സ് കൊയറുണ്ട്, മനോഹരമായ പ്രസംഗമുണ്ട്, ആരാധനയുണ്ട്, വിശുദ്ധ സംസർഗ ശുശ്രൂഷയുണ്ട്. വരിവരിയായിട്ട് ഭക്തിപൂർവം വന്നു നിന്ന് അവർ വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്നു. അവരിൽ എത്ര പേര് നിത്യതയിലുണ്ടാവും? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനമേ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആരാധിക്കുന്നവരാ? നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെന്ന് അഭിമാനിക്കുന്നവരാ? ആത്മീയ പ്രക്രിയകളിൽ കൂടെ കടന്നു പോകുന്നവരാ? ഇന്ന് രാത്രി എൻ്റെ കർത്താവ് നിന്റെ ആത്മാവിനെ തിരികെ ചോദിച്ചാൽ ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ നിത്യതയിൽ കാണുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? Do you have the surety that you will be in eternal life? ആ നിശ്ചയമുള്ള എത്ര പേരുണ്ടോ? എത്ര പേരുണ്ട് എന്നുള്ള ചോദ്യത്തിനോടൊപ്പം ഒന്നുകൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജനത്തെ നിത്യതയെക്കുറിച്ച് ഉറപ്പുള്ളവരാക്കി സജ്ജമാക്കുവാൻ സഭയ്ക്കെന്താ പരിപാടിയുള്ളത്? സഭയ്ക്കെന്താ ശുശ്രൂഷയുള്ളത്? പട്ടക്കാര്, ഉപദേശിമാര് ഈ ആത്മാക്കളുടെ ഭാരം ഏറിക്കൊണ്ട് പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാ, ഒരുവനെങ്കിലും ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തേണ്ടതിന് ഞാൻ സകലർക്കും സകലവുമായി തീരുന്നു. ഒരു ദൈവദാസൻ സഭയെക്കുറിച്ച് ഇങ്ങനെയാ പറഞ്ഞത്, The very purpose of the existence of the church is to draw people close to the Lord, to help them to walk with the Lord and to equip them towards the Lord. ഒരിക്കൽ കൂടെ പറയാം, The very purpose of the existence of the church is to draw them close to the Lord. സഭയുടെ നിലനിൽപ്പിൻ്റെ ഉദ്ദേശം ജനത്തെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുന്നത്, ചേർക്കുവാനായി. And to help them to walk with the Lord, അവർ കർത്താവിനോടുകൂടെ നടക്കുവാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. And then to equip them towards Christ, towards the Lord, ക്രിസ്തുവിലേക്ക്, ആ നിത്യതയിലേക്ക് അവരെ സജ്ജമാക്കുക എന്നുള്ളത് ആ സഭയുടെ ദൗത്യം. Are we doing it? Are we doing it?
നമ്മുടെ കഴിഞ്ഞ കാല ശുശ്രൂഷയിൽ നമുക്ക് എത്ര പേരെ അപ്രകാരം സജ്ജമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഒരു മോശ, ദൈവം അവരെ വിട്ടുപോയെന്ന് മനസ്സിലാക്കിയപ്പോൾ, ദൈവം അവരോട് കോപിച്ച് ഇനി അവരുടെ മധ്യത്തിൽ ഉണ്ടാകുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, ദൈവം ഉള്ളിടത്തേക്ക് തേടിച്ചെന്ന് കൂടാരമടിച്ച് അവർ ദൈവത്തോട് വാദിക്കുവാൻ തുടങ്ങുകയാ, ദൈവത്തോട് അപേക്ഷിക്കുവാൻ തുടങ്ങുകയാ, ദൈവത്തോട് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാ. ഈ ജനത്തെ തള്ളിക്കളയാതിരിക്കേണ്ടതിനോ, ഈ ജനത്തെ ദൈവം ഉപേക്ഷിക്കാതിരിക്കേണ്ടതിനോ നമുക്കങ്ങനെ ആയിത്തീരുവാൻ മോശ 3 പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. 3 പ്രാർത്ഥന മോശ പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി. ഒന്ന്, പുറപ്പാട് പുസ്തകം 33-13 വാക്യം വായിച്ചാട്ടെ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ. നീ എന്നെ ഈ ജനത്തെ നയിക്കാൻ ഏൽപ്പിച്ചല്ലോ. നീ എന്നോട് പറഞ്ഞു, നീ പോയി അവരെ നയിച്ചോ, ഞാൻ അവരുടെ കൂടെ വരുത്തില്ല എന്ന്. ശരി, ആ വലിയ ദൗത്യം എന്നെ ഏൽപ്പിച്ചു. നിനക്കെന്നോട് കൃപയുണ്ടെന്ന് എനിക്കറിയാം. ജനത്തിൻ്റെ കാര്യം ഒന്നും മോശ പറയുന്നില്ല കേട്ടോ. ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു കാര്യവും പറയുന്നില്ല. മോശ തുടങ്ങുന്നത് അവിടുന്ന്. വളരെ ടാറ്റിക്സാണ് മോശയുടെ. മോശ പറഞ്ഞു, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണം. ഷോ മീ യുവർ വേ. ഈ വലിയ ചുമതല ഏറ്റെടുക്കുവാൻ, ഈ വലിയ ചുമതല നയിക്കുവാൻ, അത് വിജയത്തിലേക്ക് എത്തിക്കുവാൻ എനിക്ക് സാധിക്കത്തില്ല. ഈ ജനത്തോടുകൂടെ നടക്കത്തില്ല എന്നാണല്ലോ നീ പറഞ്ഞത്. പക്ഷെ എന്നോടുകൂടെ നടക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് കർത്താവേ, അങ്ങനെ ഏൽപ്പിച്ച ഈ ദൗത്യം പൂർത്തീകരിപ്പാൻ അവിടുത്തെ വഴി എന്നെ കാണിക്കണം എന്ന് മോശ പ്രാർത്ഥിക്കുക. A desire and a determination to walk in the ways of the Lord. എൻ്റെ കർത്താവിൻ്റെ വഴികളിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിപ്പാൻ, ദൈവത്തിൻ്റെ വഴികളിൽ മാത്രം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന മോശ പ്രാർത്ഥിക്കുകയാണ്. ലോർഡ്, ഐ ആം വീക്ക്. ഞാൻ ബലഹീനനാണ്. ഐ ആം ഫീബിൾ ഇനഫ് ടു നോ യുവർ പ്ലാൻ. നിന്റെ വഴികൾ മനസ്സിലാക്കാൻ എനിക്ക് കഴിയത്തില്ല. ഞാൻ അങ്ങനെ ചെയ്താലും എൻ്റെ തീരുമാനങ്ങൾ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവമേ, നിന്റെ വഴി എന്നെ കാണിച്ചു തരണമേ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ജനമേ, നമ്മെ വിട്ടുപോയ കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുവാൻ, ഒരു യഥാസ്ഥാനപ്പെടലിൻ്റെ അനുഭവത്തിലേക്ക് നാം മടങ്ങി വരുവാൻ, കർത്താവിൻ്റെ വഴികളിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? To walk in the ways of the Lord. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊക്കെ വളരെ സുപരിചിതമാണ്. എന്നാലും നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്. പുറപ്പാടല്ല, സദൃശ്യവാക്യങ്ങൾ. സദൃശ്യവാക്യം, പ്രോവബ്സ്, സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊടുക്കുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. 3-4 കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ പറയുന്നത് ഇങ്ങനെയാ, പൂർണ്ണ ഹൃദയത്തോടെ ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് യുവർ ഹോൾ ഹാർട്ട്. പൂർണ്ണമായിട്ട് നിന്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ദൈവത്തിൽ ശരണപ്പെടുവാൻ. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം അതാ. 40 വർഷക്കാലം കർത്താവിൻ്റെ മഹത്തരമായ ശുശ്രൂഷ ചെയ്തപ്പോൾ, ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് വിവാഹിതരാകുവാൻ ആഗ്രഹിച്ചപ്പോൾ, അന്ന് ബിഎഡുകാരെ ഒത്തിരി കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു, ബിഎഡുകാരെ കെട്ടാൻ. ഞാൻ പറഞ്ഞു, നോ,
ഞാനന്ന് കൽക്കട്ട ബിഷപ്സ് കോളേജിൽ BD പഠിച്ച അവസാന വർഷമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് എന്നോടുകൂടെ മുട്ടുമടക്കുന്ന, എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന, എന്നോടുകൂടെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന എൻ്റെ വീട്ടിലാരെങ്കിലും വന്നാൽ അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ കഴിവുള്ള ഒരാൾ മതി. ജോലിയുള്ള ഒരാളിനെ, മറ്റ് ജോലിയുള്ള ഒരാളിനെ എനിക്ക് വേണ്ട. എൻ്റെ അളിയന്മാർ 2 പേരും 2 സ്ഥലം, എൻ്റെ അമ്മാച്ചന്മാർ എന്നെ കൗൺസിൽ ചെയ്ത് ഇപ്പോൾ കൊന്നുകളയും, മനസ്സ് മാറ്റും. ഞാൻ അവസാനം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് കല്യാണം ആലോചിക്കേണ്ട. എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, എടാ ജോലി ഇല്ലാത്ത ഒരാളിനെ കല്യാണം കഴിച്ചാൽ എങ്ങനെ ജീവിക്കുന്നീ? അച്ഛൻ്റെ തുച്ഛമായ ശമ്പളം കൊണ്ട് നിനക്ക് മക്കളുണ്ടാകുമ്പോൾ അവരെ എങ്ങനെ പഠിപ്പിക്കും? 40 വർഷം അനുഗ്രഹത്തോടെ ദൈവം തമ്പുരാൻ മറ്റാരെക്കാട്ടിലും ഉപരിയായിട്ട് എന്നെ നടത്തി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങളെ ഉപരിയായി വിദ്യാഭ്യാസം ചെയ്യിക്കുവാൻ ഇടയായി. എൻ്റെ ശുശ്രൂഷയുടെ അവസാന കാലത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ സഹപഠക്കാരും എൻ്റെ സുഹൃത്തുക്കളും സ്നേഹിതരും എന്നോട് ചോദിച്ച ചോദ്യമാണ്, അച്ഛാ എവിടെ താമസിക്കാൻ റിട്ടയർ ചെയ്തിട്ട്? 1 സെൻറ്റ് സ്ഥലമില്ല, വീടില്ല, പണിയാൻ പൈസയില്ല. കാരണം ഒരാളുടെ വരുമാനം കൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് കെട്ടിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കുക. ഞാൻ അവരോട് മറുപടി പറഞ്ഞു, എൻ്റെ ദൈവം കരുതുന്ന ദൈവമാണ്. എന്നെ വിളിച്ചിറക്കിയ ദൈവം തമ്പുരാൻ കരുതുന്ന ദൈവമാണ്. അവൻ എനിക്ക് വേണ്ടി കരുതും. ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കൂ, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്കായിരിക്കും പോകുന്നത്. എന്നിട്ട് ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞു, അതല്ല എൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം. ഞാനൊരു വാടക വീട്ടിലേക്ക് പോകണമെന്നാണെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ ഒരു വാടക വീടെടുത്ത് ഞാൻ അതിലേക്ക് താമസം മാറുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഏപ്രിൽ മാസം 28-ാം തീയതി ദൈവം എനിക്ക് തന്ന ഭവനം കുദാശ ചെയ്തു. 30-ാം തീയതി ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന അർപ്പിച്ച് റിട്ടയർ ചെയ്യുന്നത് പ്രഖ്യാപിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ സാധനവുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയി. ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഒരു നിമിഷം പോലും വീടില്ലാതെ കടക്കാൻ എൻ്റെ ദൈവമിടയാക്കിയില്ല. ഹല്ലേലൂയ. അവൻ ആവശ്യമായത് തക്ക സമയത്ത് തന്നു. കാരണം എനിക്ക് ആശ്രയിക്കുവാൻ ദൈവമല്ലാതെ, ദൈവത്തിൻ്റെ കരുവല്ല, ദൈവത്തിൻ്റെ പരിപാലനമല്ലാതെ ഭാര്യയുടെ ശമ്പളത്തിലേക്ക് നോക്കുവാൻ എനിക്കില്ലായിരുന്നു. എൻ്റെ കുടുംബത്തിലേക്ക് നോക്കുവാൻ എനിക്കില്ലായിരുന്നു. എന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം വിശ്വസ്തനാണ് എന്നറിഞ്ഞുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ അവൻ വഴികൾ എനിക്ക് വേണ്ടി തുറന്നു. ഇവിടെ സദൃശ്യവാക്യം പറയുന്നു, നിന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഇന്നു രാത്രികാലം യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ വഴികളെ യഹോവയിൽ ഭരമേൽപ്പിക്കുവാൻ പൂർണ്ണമായിട്ട്. നമ്മുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ട്, ഞാൻ പാതി ദൈവം പാതി എന്ന്. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയട്ടെ, ദൈവം 100%. നാം ഒന്നുമല്ല. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ വഴികളിലേക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം അത് പുലർത്തും, നേരെയാക്കും. 48-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ. 48-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ, ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവം, ജീവപര്യന്തം അവൻ എന്നെ വഴി നടത്തും. 2 പദങ്ങൾ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, വഴി കാട്ടുന്ന ദൈവം. 2, വഴി നടത്തുന്ന ദൈവം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? വഴി കാട്ടുന്ന ദൈവവും വഴി നടത്തുന്ന ദൈവവും. ഞാൻ ഹൈദരാബാദ് ഇടവകയുടെ ചുമതലയേറ്റ്, തെലുങ്ക് അറിയത്തില്ല, ഹിന്ദി അറിയാം, മറ്റ് ഭാഷകൾ അറിയാം. ഞാനൊരു വീട്ടിൽ പോയേച്ച് മടങ്ങി വരികയാണ്. വണ്ടി ഓടിച്ച് വന്നപ്പോൾ എനിക്ക് വഴി തെറ്റി. പിന്നെ മഴ പെയ്യുന്നുണ്ട്. റോഡ് സൈഡിൽ കണ്ട ഒരാളിൻ്റെ അടുക്കൽ വാഹനം നിർത്തിയിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, मुझे सिकंदराबाद अपोलो हॉस्पिटल के पास जाना है, मुझे कुछ रास्ता बताएगा? സിക്കന്ദരാബാദ് അപ്പോളോ ഹോസ്പിറ്റലിന് അടുക്ക പോകാൻ എനിക്ക് വഴി പറഞ്ഞു തരാൻ പറഞ്ഞു. അയാൾ എന്നോട് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ആകെ ജാവോ, ദൈനെ മൂടോ, ബായെ മൂടോ, അങ്ങോട്ട് മൂടോ, ഇങ്ങോട്ട് മൂടോ, അവസാനം ചെല്ലുമെന്ന് പറഞ്ഞു. ഞാൻ നന്ദി പറഞ്ഞേച്ച് വണ്ടി അടച്ച് പിന്നോട്ട് പോയി. അയാൾ പറഞ്ഞ ഏതാണ്ടൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈനെ മൂടി, ബായെ മൂടി, അങ്ങോട്ട് മൂടി, പക്ഷെ എങ്ങാണ്ടൊക്കെ ചെന്നു. വഴി തെറ്റിയെന്ന് എനിക്ക് മനസ്സിലായി.
ഇനി ആരോടാ ചോദിക്കുന്നത്? റോഡ് സൈഡിൽ കണ്ട ഒരു മനുഷ്യൻ്റെ അടുക്കൽ വീണ്ടും വണ്ടി നിർത്തി ആളോട് ചോദിച്ചു, മുझे സെക്കൻഡറാബാദ് അപ്പോളോ ഹോസ്പിറ്റൽ की पास जाना है, मुझे रास्ता दिखाएगा. ആൾ എന്നോട് തിരിച്ചിങ്ങോട്ട് ചോദിച്ചു, സാബ് മേ ബി ആവുംകാ ആപ്കെ സാത്ത്. സാറേ ഞാനും വരട്ടെ അങ്ങയുടെ കൂടെ? ഞാൻ പറഞ്ഞു വളരെ സന്തോഷം, വരാൻ പറഞ്ഞു. വണ്ടി തുറന്നു കൊടുത്ത് അയാൾ എൻ്റെ വണ്ടിക്കകത്ത് കയറി. ഞാൻ മുന്നോട്ട് വണ്ടി എടുത്തപ്പോൾ ആ വാഹനത്തിൻ്റെ അകത്തിരുന്നു കൊണ്ട് അയാൾ എനിക്ക് വഴി പറഞ്ഞു തന്നു. ദാണ്ട് ഇതിലേ 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 ഇതിലേ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സെക്കൻഡറാബാദ് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആപ്കി ജഗ, ഇതാ ഇറങ്ങേണ്ടിയ സ്ഥലം, ഇവിടെ ആണ് എന്നെ ഇറക്കിക്കാട്ടെന്ന് പറഞ്ഞു. ഒരാൾ എനിക്ക് വഴി കാട്ടി തന്നതാ. അയാൾക്കൊരു രസം തോന്നി, എടാ ഇവനൊരു മലയാളിയാ, ഇവനെ ഒന്ന് തെറ്റിച്ച് കളയാമെന്ന് തോന്നിയാൽ അയാൾ കാട്ടിത്തരുന്ന വഴി തെറ്റായിരിക്കാം. എന്നാൽ മറ്റേയാൾ ഒരിടത്തിൽ നിന്നുകൊണ്ട് വഴി കാട്ടി തന്നവനല്ല, മറിച്ച് എന്നോട് കൂടെ യാത്ര ചെയ്തവനാ. ഞാൻ പോയ വഴി എന്നോട് കൂടെ ഇരുന്നവനാ. അവൻ എൻ്റെ പാതകളെ നേരെയാക്കി ഞാൻ ചെല്ലേണ്ടുന്ന സ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്നവനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എന്റെ കർത്താവിനോട് കൂടെ യാത്ര ചെയ്താൽ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, എന്റെ യേശുവിനോട് കൂടെ യാത്ര ചെയ്താൽ അവൻ വഴി തെറ്റിക്കുന്നവനല്ല, അവൻ വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്നവനാ. മോശ പറഞ്ഞു, എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ കാണിച്ചു തരാം. ദൈവം തമ്പുരാൻ മറുപടി പറഞ്ഞു. പുറപ്പാട് പുസ്തകത്തിൻ്റെ 33-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, അതിനവൻ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. എൻ്റെ സാന്നിധ്യം നിന്നോട്, മോശേ ഞാൻ വരാം, നിൻ്റെ കൂടെ ഞാൻ വരാം, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും, ഞാൻ നിനക്ക് പോകുന്ന വഴിയിൽ സ്വസ്ഥത നൽകും എന്ന് പറയുക. ആദ്യത്തെ പരീക്ഷണത്തിൽ മോശ ജയിച്ചു. ഈ ജനത്തോട് കൂടെ നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് മോശ ദൈവത്തോട് മധ്യസ്ഥത അടഞ്ഞ് ഇത്രയും സാധിച്ചു. മോശയോട് കൂടെ ദൈവം യാത്ര ചെയ്യാമെന്ന് സമ്മതിച്ചു. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മനോഹരമായി ഈ വാക്യം ആവർത്തിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ലേവ്യ 26-ന്റെ 11ഉം 12ഉം. ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിൽ ആക്കും, ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും, എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കയില്ല, എൻ്റെ ഉള്ളം ഇനി നിങ്ങളെ വെറുക്കത്തില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവവും. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് അവനോട് കൂടെ യാത്ര ചെയ്യാനൊന്ന് തീരുമാനിക്കാം. ഹല്ലേലൂയ. സക്കറിയാവിൽ നിന്ന് നമ്മൾ കേട്ടതുപോലെ, നിങ്ങളെങ്കിലേക്ക് തിരി, ഞാൻ നിങ്ങളിലേക്ക് തിരിയാം. നാം അവനോട് അടുത്തിച്ചെന്നാൽ അവൻ നമ്മോട് അടുത്തു വരുന്ന ദൈവം. അപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥന ഏതാ? ഷോ മീ യുവർ വേ, നിന്റെ വഴി എന്നെ കാണിക്കണം. രണ്ടാമത്തെ പ്രാർത്ഥന 33-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. ഷോ മീ യുവർ ഗ്ലോറി. അപ്പോൾ ഒന്നാമത്തേതിൽ മോശ ജയിച്ചു. കൂടെ നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് തൻ്റെ കൂടെ നടക്കാമെന്ന് സമ്മതിച്ചു. തനിക്ക് പോകുന്നിടത്തൊക്കെ സ്വസ്ഥത. അപ്പൊ മോശ ഒരു പടിയും കൂടെ മുന്നോട്ട് ചെന്ന് പറയുക, ദൈവമേ നീ എൻ്റെ കൂടെ ഉണ്ട്, നടക്കാമെന്ന് പറഞ്ഞല്ലോ, പക്ഷേ എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണണം. I just want to see you, behold your glory and show me your glory. നിന്റെ വഴി എന്നെ കാണിച്ച് തരണം. എൻ്റെ മറുപടിയൊക്കെ നമുക്കറിയാം, നമ്മളൊക്കെ പ്രസംഗിക്കുന്നവരാ. മോശയോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, എന്നെ കണ്ടിട്ട് ആരും ജീവിച്ചിരിക്കത്തില്ല, അവിടെ നിനക്കെന്നെ കാണാൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം ചെയ്യാം, നിന്നെ ഞാനൊരു പാറയുടെ വിള്ളലിലാക്കാം, എന്നിട്ട് ഞാൻ കടന്നു പോകുമ്പോൾ നിനക്കെൻ്റെ പിൻഭാഗം കാണാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ മോശയെ ഒരു പാറയുടെ വിള്ളലിലാക്കി. യേശു ക്രിസ്തുവാകുന്ന പിറന്നതാം പാറയിൽ, ഹല്ലേലൂയ, നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പിൻഭാഗം കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന
എന്താ അതിൻ്റെ അർത്ഥം? ആരുടെ പിൻഭാഗമാ സാധാരണ നമ്മൾ കാണുന്ന മുന്നോട്ട് പോകുമ്പോൾ? നമ്മുടെ മുമ്പിൽ പോകുന്നവൻ്റെ, അല്ലേ? നമ്മുടെ മുമ്പിൽ യാത്ര ചെയ്യുന്നവൻ്റെ പിൻഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മോശയോട് ദൈവം ഒരു തരത്തിൽ ഇങ്ങനെയാ പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പേ പോകാം. I will walk before you. And നീ എന്നെ കണ്ടുകൊണ്ടോ, നിന്റെ മുമ്പിൽ നടക്കുന്ന എന്നെ ദർശിച്ചുകൊണ്ടോ നീ എന്റെ പിന്നാലെ നടന്നു വരുവാൻ മോശയോട് കൽപ്പിക്കുകയാ. ഹല്ലേലൂയ. ദൈവം നയിക്കുന്ന ജനമായി, ദൈവം മുമ്പിൽ യാത്ര ചെയ്യുന്ന ജനമായി, ദൈവത്തിന്റെ തേജസ് കണ്ടുകൊണ്ട് യാത്ര ചെയ്യുവാൻ, അതാ ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. 16-ാം സങ്കീർത്തനത്തിലെ അതിമനോഹരമായൊരു വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 16-ാം സങ്കീർത്തനത്തിന്റെ 8, 9, 10 വാക്യങ്ങളില്ലേ? ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് 4 കാര്യങ്ങൾ അവൻ പറയുകയാ. 1, ഞാൻ ഏറെ കുലുങ്ങത്തില്ല. അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട്, അവൻ എന്റെ വലത്തുഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങത്തില്ല. 2, അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിക്കും. 3, ആനന്ദിക്കുന്നു, എന്റെ മനസ്സ് ആനന്ദിക്കും. 4, എന്റെ ജഡവും എന്റെ ശരീരം, എന്റെ ജഡം നിർഭയം. ഇത് കൂടുതൽ എന്നാ വേണം? ഇത് കൂടുതൽ മനുഷ്യ ജീവിതത്തിന് എന്താ വേണ്ടുന്നേ? നീ എന്തിനാ അധ്വാനിക്കുന്ന? നീ എന്തിനാ കഷ്ടപ്പെടുന്നേ? നീ എന്തിനാ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്? നീ എന്തിനാ ആർജിക്കുന്നത്? നീ എന്തിനാ സമ്പാദിക്കുന്നത്? നീ എന്തിനാ വൃഥാധ്വാനിക്കുന്നത്? ഇതിനു വേണ്ടിയല്ലേ? സങ്കീർത്തനക്കാരൻ അതിനൊരു കുറുക്കുവഴി കണ്ടുപിടിച്ചു. എന്താണെന്നറിയാമോ? കുലുങ്ങാതെ, ഹൃദയം സന്തോഷിച്ച് മനസ്സാനന്ദിച്ചുകൊണ്ട് ജഡം നിർഭയമായി വസിക്കുവാൻ സങ്കീർത്തനക്കാരൻ കണ്ടുപിടിച്ച കുറുക്കുവഴി എന്താണെന്നറിയാം? ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവനെ കണ്ടുകൊണ്ട് അങ്ങ് യാത്ര ചെയ്താൽ അവൻ നമ്മുടെ മുമ്പായിട്ട് നമ്മളെ നടത്തുന്നവനാ. അവൻ നമ്മളെ എങ്ങനെയാ നടത്തുന്നതെന്നറിയാമോ? യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. ഞാൻ വചനത്തിൽ നിന്നാ പറയുന്നത്. എനിക്ക് വചനം പറയാനാ ദൈവം കൃപ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വചനത്തിൽ തന്നെ നോക്കാം. യെശയ്യാവ് 45-ന്റെ 2-3 എങ്ങനെയാ ഈ മുമ്പിൽ പോകുന്ന ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി പാതകളെ ഒരുക്കുന്നതോ? ശലോമോൻ പറഞ്ഞു, നിന്റെ വടി യഹോവയെ പരമേൽപ്പിക്കുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. എങ്ങനെ? വായിച്ചേ. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരവാതിലുകളെ തകർത്ത് ഇരുമ്പോടാലുമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഞാൻ നിനക്ക് മുമ്പായി നടന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. നിനക്ക് മുന്നോട്ട് സഞ്ചരിക്കുവാൻ തടസ്സമായിരിക്കുന്നതിനെ, നിന്റെ ഭാവിക്ക് തടസ്സമായിരിക്കുന്നതിന്, നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്നതിന്, നിന്റെ ജോലിക്ക് തടസ്സമായിരിക്കുന്നതിന്, നിന്റെ മക്കളുടെ വിവാഹം നടക്കുന്നതിന് തടസ്സമായിരിക്കുന്നതിന്, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് തടസ്സമായിരിക്കുന്നത്, name it, and the Lord promised that I will make it straight. Hallelujah. ഇരുന്നോണ്ട് പറഞ്ഞോ പ്രിയമുള്ളവരെ, ഈ പന്തലിരുന്നോണ്ട് പറ, കർത്താവേ എൻ്റെ ദുർഘടം ഇതാ. നിനക്ക് മുമ്പായി നടക്കുന്ന കർത്താവ് അത് നേരെ ആക്കി തരും, അത് നിരത്തി ലെവലാക്കി തരും. ആമേൻ. ദുർഘടങ്ങളെ നിരത്തുകയും പിന്നെ താമരവാതിലുകളെ തകർത്ത് ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഇരുമ്പ് ഓടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ആമേൻ. ഇരുമ്പോടാമ്പൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മനുഷ്യന് അസാധ്യമായ ഒന്നാ, അല്ലേ? സാധാരണ ഒരു ഇരുമ്പോടാമ്പലിനെ മുറിച്ചു കളയാനും ബന്ധിച്ചതിനെ തുറക്കാനും ഒക്കെ നമുക്കൊരു ചിരിപ്പാട്. എന്ന് പറഞ്ഞാൽ നിനക്ക് അസാധ്യമായതിനെ നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു തരാം. ഹല്ലേലൂയ.
നിന്നെ കൊണ്ടൊക്കത്തില്ലെന്ന് തോന്നുന്നിടത്ത്, എനിക്കിനിത് വയ്യ എന്ന് തോന്നുന്നിടത്ത്, ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഇനി ഒരു പടി പോലും മുന്നോട്ട് ജീവിക്കുവാൻ കഴിയില്ല എന്ന് തോന്നുന്നിടത്ത്, ഈ ലോകം എനിക്കുള്ളതല്ല, ഈ ലോകം എനിക്ക് ജീവിക്കുവാനുള്ളതല്ല എന്ന് തോന്നുന്നിടത്ത്, ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കട്ടെ, ഈ ലോകം നിനക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട്, ഈ ലോകം നിനക്ക് ജീവിക്കുവാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ നിരാശപ്പെടുത്തുന്ന, നിനക്ക് പ്രതിസന്ധിയായി നിൽക്കുന്ന, തടസ്സമായി നിൽക്കുന്ന, നിന്നാൽ അസാധ്യമായതിനെ സകലത്തിനെയും ഇല്ലാതാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 22-ാമത്തെ വയസ്സിൽ മാവേലിക്കര മിച്ചൽ ജംഗ്ഷനിൽ ആത്മഹത്യ ചെയ്യാനുള്ള എല്ലാ വഴികളും ഒരുക്കി, ഈ ലോകം എനിക്കുള്ളതല്ലെന്ന് തീരുമാനിച്ച്, ഈ ലോകത്തിൻ്റെ ജീവിതവും എനിക്കുള്ളതല്ല എന്ന് തീരുമാനിച്ച് ആ രാത്രി ജീവനെടുക്കാൻ കാത്തുനിന്ന ഒരുവനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ എൻ്റെ സാക്ഷ്യം പൂർണ്ണമായിട്ട് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞുള്ള മെസ്സേജിൽ പറയാം. എന്നാലും അവിടെ ഇവിടെയൊക്കെ ചിലത് മെസ്സേജിനോട് ചേർത്തങ്ങ് പറയുകയാണ്. അന്ന് വരെ എന്നെ അഴിച്ചു വിട്ടെൻ്റെ ദൈവം തമ്പുരാൻ എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. എനിക്ക് തടസ്സമായി എൻ്റെ മുമ്പിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു. എൻ്റെ പരിശ്രമങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു. ജീവിക്കാനൊന്ന് കാലുകുത്തി നിൽക്കുവാനൊരു പ്ലാറ്റ്ഫോം കണ്ടെത്താനുള്ള എൻ്റെ എല്ലാ വഴികളും പരാജയപ്പെട്ടു. അവിടെയാണ് ആത്മഹത്യ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ ലോകം എനിക്കുള്ളതല്ല, ഇവിടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എനിക്ക് പറ്റില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ആത്മഹത്യയുടെ മുൻപിൽ ചിരിച്ചപ്പോൾ എന്നെ തേടി എൻ്റെ അരുമനാഥൻ അവിടെ എത്തി. പ്രൈസ് ദി ലോർഡ്. 1977 ഡിസംബർ മാസം 26-ാം തീയതി വൈകിട്ട് ഏകദേശം 5 മണി സമയമായപ്പോൾ മാവേലിക്കര മിച്ചൽ ജംഗ്ഷനിൽ ബസ് കാത്തു നിന്ന് എന്നെ തേടി എൻ്റെ അരുമനാഥനെത്തി. എൻ്റെ സ്നേഹിതൻ, ഒരു സുവിശേഷ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ എന്നെ കണ്ടുകൊണ്ട് വണ്ടി നിർത്തി. എന്നോട് ചോദിച്ചു, വില്ലി നീ എവിടെ പോവാ? ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോവാം. വാടാ, നിനക്ക് പാട്ടിഷ്ടമല്ലേ, നമുക്ക് പാട്ട് കേൾക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, വരുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവൻ നിർബന്ധിച്ചു. ഞാൻ അവൻ്റെ വണ്ടിയിൽ കയറി പോയി. എൻ്റെ പ്ലാൻ തെറ്റിയല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആ രാത്രി നടന്നൊരു സുവിശേഷ സംഗീത മീറ്റിങ്ങിൽ ഈ ലോകം എനിക്കും ജീവിക്കുവാനുള്ളതാണെന്ന് എൻ്റെ അരുമനാഥൻ എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. നീ മരിക്കേണ്ടുന്നവനല്ല, നീ അവസാനിക്കേണ്ടുന്നവനല്ല. ഹല്ലേലൂയ. എൻ്റെ രക്തത്താൽ നിന്നെ വീണ്ടെടുത്തു. അവൻ നിന്നെ വലിയൊരു സൈന്യമാക്കി മാറ്റുവാൻ എനിക്ക് സാധിക്കും. നിനക്ക് മുമ്പിലുള്ള ദുർഘടങ്ങളെ തകർത്ത് കളഞ്ഞ്, ഇരുമ്പോടാമ്പലുകളെ പൊളിച്ച് അവൻ തകർത്ത് കളഞ്ഞു. അതിൻ്റെ അടുത്ത വാക്യവാ, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. മറവിടങ്ങളിൽ മറഞ്ഞു നിൽക്കുന്ന ഈ പുസ്തകം എനിക്ക് യാതൊരു പരിചയമില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഈ പുസ്തകമായി ലോകത്തിൻ്റെ കോണുകളിൽ ഈ സ്വർഗത്തിലെ ദൈവം എന്നെ അയച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറഞ്ഞു കിടക്കുന്ന ഗുപ്തനിധികളെ എൻ്റെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി തരികയാ. മേലികാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഇന്ന് രാത്രി നിരാശയോടാ നീ എന്നെ കേൾക്കുന്നതെങ്കിലോ, പ്രതിസന്ധികളിൽ തളർന്ന് ഇനി ഒരടി പോലും മുന്നോട്ട് ജീവിക്കുവാൻ കഴിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇന്ന് രാത്രി ഈ ശബ്ദപരിധി നീ ഉണ്ടെങ്കിലോ, എന്നെ വീണ്ടെടുത്ത കർത്താവ് നിന്നോടും പറയുന്നു, മോനെ, നിന്നെ ഞാൻ വിടുവിച്ച് നീ അറിയാത്ത വഴികൾ ഞാൻ നിനക്ക് കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. Are you ready to walk behind the ways of the Lord? എൻ്റെ കർത്താവിൻ്റെ, ഞാനതിലേക്ക് ഞായറാഴ്ച വീണ്ടും മടങ്ങി വരുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങ് വിട്ടുള്ള സമയം പോകുന്നല്ലോ. ഒന്നാമത്, ദൈവം
തന്നോട് കൂടെ നടക്കണമെന്ന് മോശ പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരാം, നിനക്ക് ഞാൻ സ്വസ്ഥത തരാം. രണ്ടാമത് മോശ പ്രാർത്ഥിച്ചു, നിൻ്റെ തേജസ് ഒന്ന് കാണിക്കുക. ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പായിട്ട് നടക്കാം, നീ എൻ്റെ പുറക് കണ്ടോണ്ട് എന്നെ അനുഗമിച്ച് മുന്നോട്ട് വാ. ഇന്ന് രാത്രി അവനെ മുന്നിൽ കണ്ടുകൊണ്ട് അവൻ കാട്ടിത്തരുന്ന പാതയിൽ നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിപ്പാൻ. മൂന്നാമത്തെ പ്രാർത്ഥന. അപ്പോൾ ഇത് രണ്ടിലും ജയിച്ചു. പക്ഷേ അപ്പോഴും നിങ്ങൾ ചിന്തിക്കണം, ജനത്തിൻ്റെ മധ്യത്തിലേക്ക് ദൈവം വരാമെന്ന് പറഞ്ഞില്ല. ദൈവം പറഞ്ഞത് ഇനി ഇവരുടെ മധ്യത്തിൽ ഞാൻ നടക്കത്തില്ലെന്നാണ് പറഞ്ഞത്. ദൈവം പിണങ്ങി, ഇസ്രായേൽ ജനമായിട്ട് പിണങ്ങി പറഞ്ഞ് ഇനി ഇവരുടെ കൂട്ടത്തിൽ ഇവർ ദുശാഠ്യമുള്ള ജനമാണ്, അതുകൊണ്ട് ഇനി ഞാൻ ഇവരുടെ കൂട്ടത്തിൽ വരത്തില്ലെന്ന്. അതുകൊണ്ട് ഇവിടെ ഈ രണ്ട് പ്രാർത്ഥനകളിൽ മോശ ജയിച്ചെങ്കിലും ജനത്തിൻ്റെ അടുക്കലേക്ക് വരുമെന്ന് ദൈവം പറഞ്ഞില്ല. പക്ഷെ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, അവൻ മഹാമനസ്സിലുള്ള ദൈവമാണ്, അവൻ കൃപാലുവായ ദൈവമാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം കരുണാസമ്പന്നനായ ദൈവമാണ്. നിൻ്റെ വീഴ്ചകളോ നിൻ്റെ കോട്ടങ്ങളോ നിൻ്റെ പരാജയങ്ങളോ ഒന്നും ഓർക്കാതെ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് മോശയ്ക്കറിയാം, മോശ മനസ്സിലാക്കി, ഈ ദൈവം കരുണാസമ്പന്നനാ. ഈ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇനിയും അപേക്ഷിച്ചാൽ ഈ ദൈവം മനസ്സ് മാറ്റുന്ന ദൈവമാണ്. വായിച്ചേ 34-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. കർത്താവേ, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ. കർത്താവേ, മൂന്നാമത്തെ പ്രാർത്ഥന ശ്രദ്ധിക്കണേ. ഇതുവരെ മോശ ജനത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. എൻ്റെ കൂടെ നടക്കണമെന്നും എന്നെ തേജസ് കാണിക്കണമെന്നൊക്കെയാ പറഞ്ഞേ. പക്ഷെ ഇവിടെ പറയുകയാ, എൻ്റെ ജനത്തോട് കൃപയുണ്ട്, എന്നോട് കൃപയുണ്ടെങ്കിൽ ഞങ്ങളുടെ മധ്യേ. അവൻ കർത്താവേ, നീ പറഞ്ഞല്ലോ ഞങ്ങളുടെ മധ്യേ നടക്കത്തില്ലെന്ന്. എനിക്ക് പറയുവാനുള്ളത് അതാ, കർത്താവേ, ഞങ്ങളുടെ മധ്യേ നീ നടക്കണം. എന്നിട്ട് മോശ ഒരു കാര്യം കൂടെ ചെയ്ത് ഈ രാത്രി നമുക്ക് ചെയ്യാനുള്ളത് അതാ. മോശ പറഞ്ഞു, ദൈവസന്നിധിയിൽ മോശ ഞാനങ്ങ് എൻ്റെ ഭാവനയിൽ കാണുകയാ, ആ സമാഗമന കൂടാരത്തിൽ ദൈവത്തോട് സംസർഗം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മോശ, ഇസ്രായേൽ ജനത്തിന് വേണ്ടി സാഷ്ടാംഗം വീണ് കരയുന്ന മോശ ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീണ് രണ്ട് കൈയും കൂപ്പി പറഞ്ഞു, ദൈവമേ, എൻ്റെ ജനം ദുശാഠ്യമുള്ള ജനമാണ്. സമ്മതിക്കുന്നു, എൻ്റെ ജനം ദുശാഠ്യമുള്ള ജനം തന്നെ. എങ്കിലും അവരുടെ അകൃത്യവും പാപവും ക്ഷമിച്ചോ, ഞങ്ങളെ നിന്റെ അവകാശമാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യത്തിൽ നീ നടക്കണം. ഞങ്ങൾ സമ്മതിച്ചു കർത്താവേ, ഞങ്ങൾ സമ്മതിച്ചു. എൻ്റെ ജനം ദുശാഠ്യമുള്ളതാ, എൻ്റെ ജനം അകൃത്യം ചെയ്തവരാ, എൻ്റെ ജനം പാപം ചെയ്തവരാ. എന്നാലും എൻ്റെ കർത്താവേ, എൻ്റെ ജനത്തോട് ക്ഷമിക്കണം, എൻ്റെ ജനത്തോട് ക്ഷമിക്കണം. അവരെ നിന്റെ അവകാശമാക്കി മാറ്റണം. ദൈവത്തിൻ്റെ മറുപടിയും കൂടെ വായിച്ചേച്ച് നമുക്ക് ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. വായിച്ചേ 10-ാമത്തെ വാക്യം. അതിന് അവൻ അരുളിച്ചെയ്തെന്തെന്നാൽ, ഞാനൊരു നിയമമുണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിന് മുമ്പാകെ ഞാൻ ചെയ്യും. ഞാൻ ഒരു നിയമം ഉണ്ടാക്കുകയാണ്. ഇസ്രായേൽ ജനങ്ങളുമായി ദൈവം ഒരു നിയമം ഉണ്ടാക്കി. അതിനു മുമ്പ് ഈ ന്യായപ്രമാണം എഴുതി കൊടുത്ത പലകം പൊട്ടിച്ചു കളയുന്നതും, മോശയോട് ദൈവം തമ്പുരാൻ വേറെ 2 കല്ല് കൊണ്ടുവരുവാൻ അതിന്മേൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ എഴുതി കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന അധ്യായം വായിച്ചാൽ മതി. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകൾ വീണ്ടും ഇസ്രായേൽ ജനങ്ങൾക്ക് പലകങ്ങളിൽ എഴുതി കൊടുത്തിട്ട്, ഈ ജനം ദുശാഠ്യമുള്ള ജനമാ, ഇവരുടെ മധ്യത്തിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ അതേ ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു, ഞാനൊരു പുതിയ നിയമം ഉണ്ടാക്കാം, ഒരു നിയമമുണ്ടാക്കും. ഭൂമിയിലെങ്ങും
ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവജനത്തിന് മുമ്പാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തു പോകുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തികളെ കാണും. ഹല്ലേലൂയ! ദൈവം തിരിച്ചു വന്നു. ദൈവം തിരിച്ചു വന്നു. ജനത്തിന്റെ മധ്യത്തിലേക്ക് ദൈവം ഒരു പുതിയ ഉടമ്പടി ചെയ്യുകയാ. മോശ പറഞ്ഞു, എന്റെ ജനം ദുസ്സാക്ഷ്യമുള്ള ജനമാണ്, പക്ഷെ കർത്താവേ അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. കാൽവരി ക്രൂശിന്റെ മഹോന്നതങ്ങളിലേക്കൊന്ന് കണ്ണുയർത്തിയാൽ അവിടെ കാണുവാൻ കഴിയുന്നത് ആ ക്ഷമയാണ്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദീർഘക്ഷമയുടെ മകുടമായി മാറിയ കർത്താവ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, നിന്റെ പാപം ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് നിന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാ. ഇന്ന് രാത്രികാലം സഭയെ നിനക്കൊന്ന് പ്രാർത്ഥിപ്പാൻ, പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, കാൽവരി ക്രൂശിന്റെ ചവിട്ടിൽ വീണ് സാഷ്ടാംഗം വണങ്ങിക്കൊണ്ട്, ഞങ്ങൾ ദുസ്സാക്ഷ്യമുള്ള ജനമായി പോയി, ഞങ്ങൾ അങ്ങേ മറന്നു കളഞ്ഞവരായി, അങ്ങേ ഉപേക്ഷിച്ചു കളഞ്ഞവരായി, അങ്ങയുടെ പ്രമാണങ്ങളെ മറന്നു കളഞ്ഞവരായി, കാട്ടുമുദ്രയുടെ അനുഭവം പേറുന്നവരായി തീർന്നു, ഞങ്ങളോട് ക്ഷമിക്കണമെന്നൊന്ന് പ്രാർത്ഥിപ്പാൻ കരുണാസമ്പന്നനായ കർത്താവ് ഇന്ന് നിന്റെ അവസ്ഥ മാറ്റും. ദൈവം എന്താന്ന് പറയുന്നത്, ഭൂമിയിൽ ഇതുവരെയും ഒരു ജാതിയിലും നടന്നിട്ടില്ലാത്ത അത്ഭുതങ്ങൾ മേലുകാവിലെ പന്തലിൽ നടക്കും. ഹല്ലേലൂയ! മേലുകാവ് ഡയസിസിൽ നടക്കും. ഇവിടുത്തെ ജനം, ഇവിടുത്തെ ജാതികൾ കാണും ദൈവം നിന്നിൽ കൂടെ പ്രവർത്തിക്കുന്നത്. ഒറ്റ കാര്യം, യഹോവയിലേക്ക് മടങ്ങി വരുവാൻ അനുതാപത്തോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ, നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുവാൻ. നീ വിട്ടുപോയ നാൾ മുതൽ നിന്റെ മടങ്ങി വരവിനായി കാത്തിരിക്കുന്ന ഒരു പിതാവ്, നീ മടങ്ങി ചെല്ലുമ്പോൾ നിന്നെ മോതിരമിട്ട് സ്വീകരിച്ചുകൊണ്ട് നിന്റെ കാലിൽ ചെരുപ്പണിയിച്ച് നിനക്ക് പുതിയ വസ്ത്രം നൽകി പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് നിന്നെ ചേർക്കുന്നവനായ ഒരു ദൈവം. ഹല്ലേലൂയ! ഒരു മടങ്ങി വരവ് ആവശ്യമല്ലേ? ഒരഥാസ്ഥാനപ്പെടൽ ആവശ്യമല്ലേ? നമ്മുടെ സഭകളുടെ അവസ്ഥ അത്ര പരിതാപകരമല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയാതെ വളരുന്ന, ഞാൻ പല സഭകളിലൊക്കെ ചെല്ലുമ്പോൾ, ഇപ്പോഴെന്ന് മാത്രമല്ല ശുശ്രൂഷ ചെയ്യുന്ന സമയത്തും മക്കളില്ല, കുഞ്ഞുങ്ങളാരുമില്ല. ആരാധനയെ കുറേ പ്രായമുള്ളവരും കുറേ പേര്, മക്കളെന്ത് ചെയ്യും? ഞാൻ അവരോട് പറയാറുണ്ട്, നമ്മൾ മറന്നുപോയൊരു സംഗതിയുണ്ട്. ഞാൻ 16-ാമത്തെ വയസ്സിൽ ദേശം വിട്ട ഒരാളാണ്. അതൊക്കെ ഞാൻ ഞായറാഴ്ച പറയാം. കായംകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ അന്ന് ട്രങ്ക് പെട്ടി എന്നാണ് പറയുന്നത്, ഒരു ഇരുമ്പ് പെട്ടി, ട്രങ്ക് പെട്ടി എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് പ്രായമുള്ളവർക്കൊക്കെ അറിയാം അല്ലേ ഞാൻ പറയുന്ന ഭാഷ. അതിൻ്റെ അകത്ത് എൻ്റെ വസ്ത്രവും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് എന്നെ രാജസ്ഥാനിലെ കോട്ട എന്ന് പറഞ്ഞ പട്ടണത്തിലേക്ക് യാത്ര അയക്കുമ്പോൾ അമ്മച്ചി ആ ട്രങ്ക് പെട്ടിക്കകത്തൊരു വേദപുസ്തകം വെച്ചിരുന്നു. ഞാനങ്ങ് രാജസ്ഥാനിൽ ചെന്നിട്ട് ഇല്ലൻ്റിൽ അമ്മച്ചിക്ക് കത്തെഴുതി ഞാൻ സുഖമായി ഇവിടെ എത്തിച്ചേർന്നുവെന്ന്. അമ്മച്ചി എനിക്കതിന് മറുപടി അയക്കാൻ തുടങ്ങി. ഓരോ കത്തിലും എൻ്റെ അമ്മച്ചി അതിൻ്റെ അവസാനം എഴുതുന്ന ഒരു വാചകമുണ്ടായിരുന്നു, മോനെ വേദപുസ്തകം വായിച്ചു, മക്കളെ വേദപുസ്തകം വായിച്ചു, നീ പ്രാർത്ഥിച്ചു, ഒരു ദിവസം പോലും വചനം വായിക്കാതിരിക്കരുത് കേട്ടോ,
പ്രാർത്ഥിക്കാതിരിക്കരുത്, ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നെൻ്റെ അമ്മച്ചി എഴുതുമായിരുന്നു. ഇത് 1972 നടന്ന സംഭവമാണ്. ഒരുപക്ഷെ ഇന്ന് ഈ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഒരുപക്ഷെ എൻ്റെ അമ്മച്ചിയുടെ ആ ഇല്ലന്റുകളിൽ കോറിയിട്ട വരികൾക്ക് ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ മക്കൾക്ക് നീ പകർന്നു കൊടുക്കുന്നത് ദൈവത്തെയാണോ? സയൻസ് പഠിപ്പിക്കണം, കണക്ക് പഠിപ്പിക്കണം. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് എങ്ങനെങ്കിലും കാനഡായി വിടണം, ഇല്ലേ? ടൊറോട്ടോ നിറഞ്ഞു നമ്മുടെ ആൾക്കാരെയൊക്കെ, പിള്ളേരെയും കൊണ്ട്. അല്ലെങ്കിൽ UK വിടണം, ഓസ്ട്രേലിയ വിടണം, ന്യൂസിലൻഡ് വിറ്റുപെറുക്കി കൊടുത്തങ്ങ് വിടുകയാ. നല്ല കാര്യം, മക്കളൊക്കെ പോയി നല്ല നിലയിലാകട്ടെ. പക്ഷേ അവർക്ക് യേശുവിനെ കൊടുത്തു വിടാൻ സാധിക്കുന്നുണ്ടോ? അവർക്ക് കർത്താവിനെ കൊടുത്തു വിടുവാൻ ദൈവത്തിന്റെ വചനം അവരുടെ കരങ്ങളിൽ കൊടുത്തിട്ട്, മക്കളെ, ഇത് നിന്റെ കാലിന് ദീപവും നിന്റെ പാതയ്ക്ക് വെളിച്ചമായിരിക്കണമെന്ന് പറഞ്ഞു വിടുവാൻ മാതാവേ നിനക്ക് സാധിക്കുന്നുണ്ടോ? തലമുറകളിലേക്ക് നമ്മുടെ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പകർന്നു തന്ന ക്രിസ്തുവിനെ നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മൾ മടിച്ചു. ഏറ്റുപറയാമോ ഇന്ന് ദൈവസന്നിധിയിൽ, കർത്താവേ, തെറ്റിപ്പോയി. ഞങ്ങളെ നയിച്ച ദൈവത്തിന് പകരം ഞങ്ങളുടേതായിട്ടുള്ള കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുവാൻ തുടങ്ങിയത് തെറ്റിപ്പോയി. അവിടെ ഞങ്ങൾക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടു. ദൈവമില്ലാത്ത, ദൈവ സാന്നിധ്യമില്ലാത്ത സമൂഹമായി തീർന്നത് തെറ്റിപ്പോയി. അതുകൊണ്ട് കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് വരണമെന്ന് പ്രാർത്ഥിക്കുവാൻ, അവിടുത്തെ വഴി കാണിച്ചു തന്നാട്ട് അങ്ങയുടെ വഴിയിൽ ഞങ്ങൾ നടക്കാം. അങ്ങയുടെ തേജസ് കണ്ടുകൊണ്ട് അങ്ങേ അനുധാവനം ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാ. ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാൽവരി ക്രൂശിൻ്റെ പാതാരബന്ധങ്ങളിൽ, യേശുവിൻ്റെ പാതാരബന്ധങ്ങളിൽ വീഴുവാൻ ഈ രാത്രി സ്വർഗം പറയുന്നു, ഞാൻ നിങ്ങളോട് ഒരു പുതിയ നിയമം ചെയ്യാൻ പോകുകയാ. ഇന്നോളം ഒരു ജാതികളിലും കണ്ടിട്ടാത്ത അത്ഭുതങ്ങൾ. ഹല്ലേലൂയ. കണ്ണുകളെ അടച്ചേ, തലകളെ വണക്കിയേ. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഇടപെട്ടെങ്കിൽ പ്രാർത്ഥിരോ. കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ സഭയിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് മടങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നീ വാഗ്ദത്തം ചെയ്ത അത്ഭുതങ്ങൾ ഞങ്ങളുടെ ഇടയിൽ നടക്കട്ടെ. 1-ാം നൂറ്റാണ്ടിലെ അനുഭവം സാമച്ച പ്രാർത്ഥിച്ചതുപോലെ 1-ാം നൂറ്റാണ്ടിൽ നടന്ന അനുഭവം ഞങ്ങളുടെ മധ്യത്തിൽ ഈ മലമുകളിൽ ഉണ്ടാകുവാൻ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തുണ്ടായ അത്ഭുതങ്ങൾ ഇന്ന് ഈ മലമുകളിൽ ഉണ്ടാകുവാൻ, മലമേടുകളിൽ ഉണ്ടാകുവാൻ കർത്താവേ, ഞങ്ങൾ ഏറ്റുപറയുകയാ. ഞങ്ങൾ ദുശാഠ്യമുള്ള ജനമാ, ഞങ്ങൾ അകൃത്യഭാരം ചുമക്കുന്ന ജനമാ, ഞങ്ങൾ പാപം ചെയ്ത് നിന്നിൽ നിന്ന് അകന്നുപോയ ജനമാ. ഇന്ന് രാത്രി ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, കരുണ ചെയ്യണേ കർത്താവേ, കൃപ ചെയ്യണേ കർത്താവേ. ഞങ്ങളുടെ സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ച് നടത്തുവാൻ മതിയായവനായിരിക്കുന്ന കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങളിതാ കടന്നു വരുന്നു എന്ന് പറയൂ. പ്രൈസ് ദ ലോർഡ്. എല്ലാ ഹൃദയവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടതനുസരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. കർത്താവ് നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റിത്തരുന്നവനാ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന കർത്താവ്. സ്നേഹവനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രി അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യും. പിതാവേ, ഞങ്ങൾ ദുശാഠ്യമുള്ളവരാണെന്ന് സമ്മതിക്കുന്നു. ഞങ്ങൾ അകൃത്യഭാരമുള്ളവരാ.
അങ്ങ് ഞങ്ങളെ വിട്ടുപോയി. കർത്താവേ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാത്തവരായി ഞങ്ങൾ മാറിയിരിക്കുന്നു എന്ന് ഞങ്ങൾ ദുഃഖത്തോടെ ഏറ്റുപറയുകയാണ്. മടങ്ങി വരണം കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് മടങ്ങി വരണം. തടസ്സമായിരിക്കുന്ന എല്ലാം ക്ഷമിച്ച് കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ പോക്കി അങ്ങയുടെ സന്നിധിയിൽ ഉല്ലസിപ്പാൻ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഉല്ലസിപ്പാൻ, അങ്ങേക്ക് വേണ്ടി വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അങ്ങ് തുടർന്ന് ഞങ്ങളോട് ഇടപെടണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.